ജപ്പാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്ക് ഇതുപോലെ പുള്ളിയുടെ ലൈഫ് പാർട്ട്ണറെ അല്ലെങ്കിൽ സോൾമേറ്റിനെ കണ്ടെത്തണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പുള്ളി എത്ര നോക്കിയിട്ടും പുള്ളിക്ക് അങ്ങനെ ഒരാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ഇതുപോലെ അവിടുത്തെ ഒരു സേജിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരാളെ ഒന്ന് കണ്ടുപിടിച്ച് തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സേജ് ചെയ്തത് ഈ ചുവന്ന നൂല് ഈ രാജാവിൻ്റെ കയ്യെ കെട്ടിയിട്ട് ആ നൂലിൻ്റെ മറ്റേ അറ്റം ഒരു സ്ത്രീയുടെ, ഒരു കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചൊരു വിധവയായ ഒരു സ്ത്രീയായിരുന്നു, ആ സ്ത്രീയുടെ കയ്യിലേക്ക് കെട്ടി. സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, ഈ സ്ത്രീ എനിക്കൊരു രീതിയിലും എനിക്ക് അർഹതപ്പെട്ട ആളല്ല, ആൻഡ് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു. രാജാവ് അവിടുന്ന് അതിനെ മുറിച്ചു, ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ പിന്നീട് പുള്ളി കല്യാണം കഴിച്ചില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ വീണ്ടും വിവാഹം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പുള്ളി ആ സേജിനോട് സംസാരിച്ചപ്പോൾ വീണ്ടും ഇതേ സ്ത്രീ തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പം രാജാവിന് മനസ്സിലായി, എങ്ങനെയോ എൻ്റെ ഡെസ്റ്റിനി ഇവരുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത്. അപ്പം പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു, അവരുമായിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് പറ്റിയൊരു പാർട്ട്ണറല്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാരണം മതി ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പൊക്കെ തകർന്നു പോകാൻ. എന്നാൽ പഴയ പ്രൊവർബ് അനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മളെ തന്നെ കുറേ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ നോക്കുക എപ്പോഴും ഏറ്റവും ഐഡിയൽ നമ്മുടെ പാർട്ട്ണർ, എനിക്ക് യോജിച്ച, എനിക്ക് ചേർന്ന് പോകുന്ന ആൾ ആണ് എൻ്റെ ലൈഫിൽ വരണം എന്നുള്ളതാണ്. പക്ഷേ ഏത് വ്യക്തി എൻ്റെ ലൈഫിലുണ്ടോ ആ വ്യക്തിയുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ ഞാൻ എന്നിൽ എന്ത് ചേഞ്ചസ് വരുത്താൻ സാധിക്കും? ഹൗ ക്യാൻ ഐ ബിക്കം ഡിഫറെൻറ്റ്? ഹൗ ക്യാൻ ഐ ബിക്കം എ പേഴ്സൺ ഹൂ ഈസ് കണ്ടീസീവ് ടു എ ഗുഡ് റിലേഷൻഷിപ്പ്? എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ നീങ്ങും.